ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ. അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും DMസിലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ പ്രാവശ്യം Q&A ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്കിൻ കെയറും ഹെയർ കെയറും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. ചാനലിൽ നോക്കിയിട്ട് മറ്റുള്ള വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ചില സാധനങ്ങൾ നമ്മൾ ഡ്രൈ സ്കിന്നിൽ ഇടണം, ചില സാധനങ്ങൾ നമ്മൾ ഡാം സ്കിന്നിൽ ഇടണം എന്ന് പറയും, എന്തുകൊണ്ട് എന്നുള്ളത്. അതല്ല കറക്റ്റ് പറയുകയാണെങ്കിൽ കോജിക് ആസിഡ് നമ്മൾ ഡ്രൈ സ്കിന്നിൽ ഇടണോ അതുപോലെ ഡാം സ്കിന്നിൽ ഇടണോ എന്നായിരുന്നു ബേസിക് ഒരു ക്വസ്റ്റ്യൻ. മറ്റേ ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചേർത്തിട്ട് തന്നെ പറയാം. ഇപ്പൊ ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡാം സ്കിന്നിൽ ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചില സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമുക്ക് ഡാം സ്കിന്നിൽ ഇടുന്നത് നല്ലതാണ്. എന്നാൽ ചിലത് എപ്പോഴും ഡ്രൈ സ്കിന്നിൽ ഇടുന്നതാണ് നല്ലത്, എക്സ്പെഷ്യലി സിറംസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഹൈഡ്രോണിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറിൻ, സെറമൈഡ്സ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ എപ്പോഴും ഡാം സ്കിന്നിൽ ഇടുന്നതാണ് നല്ലത്. ഡ്രൈ സ്കിന്നിൽ ഇടാൻ നല്ലതെന്ന് പറയുന്നത് വിറ്റാമിൻ സി, റെറ്റിനോൾ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ്, ഇങ്ങനത്തെ സാധനങ്ങളാണ്. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മൾ വിറ്റാമിൻ സി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വെറ്റ് സ്കിന്നിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്? രണ്ട് റീസൺ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ സി സ്റ്റെബിലിറ്റി കുറച്ച് കുറഞ്ഞ സാധനമാണ്. പെട്ടെന്ന് അതിന്റെ ആ ഒരു ഫോർമേഷൻ നശിച്ചു പോകും, അല്ലെങ്കിൽ അത് ഓക്സിഡൈസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറുത്ത കളർ ബോട്ടിൽ, ആംബർ കളർ ബോട്ടിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ചില സമയത്ത് വാട്ടറിന്റെ പ്രസൻസിൽ വിറ്റാമിൻ സി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ വിറ്റാമിൻ സി ഫസ്റ്റ് ക്ലീൻ ഡ്രൈ സ്കിന്നിൽ ഇടാനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഡാം ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ആവും. അപ്പൊ നമ്മൾ വിറ്റാമിൻ സി ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഇറിറ്റേഷൻസ് തരുന്നു എന്നുള്ള സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വിറ്റാമിൻ സിക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന റീസൺ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. രണ്ടാമത്തെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ അല്ല. പിന്നെ അടുത്ത് നമ്മളിപ്പോ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനോളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും സെയിം ഇഷ്യൂ ആണ്. നമുക്ക് തന്നെ അറിയാം, റെറ്റിനോൾ കുറച്ച് ഇറിറ്റേറ്റിംഗ് സാധനമാണ് നമ്മുടെ സ്കിന്നിൽ. അപ്പൊ നമ്മൾ ക്ലീൻ ഡാമ്പ് ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പെനിട്രേഷന്റെ സ്പീഡ് കൂടും, ഇന്റൻസിറ്റി കൂടും. ആ സ്കിന്നിൽ പെട്ടെന്ന് ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റെറ്റിനോൾസ് ഒരിക്കലും നമ്മൾ ഡാം സ്കിന്നിൽ ഇടരുത് എന്ന് പറയുന്നത്. ഇപ്പം എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങളിലോട്ട് പോവാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു കാര്യം പറയും. ഇപ്പൊ റെറ്റിനോൾ നമ്മൾ സാൻഡ്വിച്ച് മെത്തേഡ് ചെയ്താൽ ഫൈനാണ്, കാരണം നമ്മൾ അതിന്റെ മുകളിൽ ഒരു മോയിസ്ചറൈസർ ആണ് ഇടുന്നത്. അപ്പൊ ഒരു അബ്സോർപ്ഷൻ തടയാനായിട്ട് നമ്മളൊരു മോയിസ്ചറൈസർ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാണ്ട് നമ്മൾ ഒരിക്കലും വെറ്റ് സ്കിന്നിലൊന്നും ഇടാനായിട്ട് പോവരുത്. ഇനി നമ്മൾ ഇതിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങളായ HAs, BHAs, HAസിൽ വരുന്ന ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, മെന്റലിക് ആസിഡ്, PHൽ വരുന്ന സാലിസിലിക് ആസിഡ്, ഇതൊന്നും ഒരിക്കലും നമ്മൾ ഡാം സ്കിന്നിൽ ഇടരുത് എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞത്. ഇതെല്ലാം എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടേഴ്സ്, സിറംസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഡാം സ്കിന്നിൽ ഇടുമ്പോൾ ഇതിന്റെ പെനിട്രേഷൻ സ്പീഡ്, ഇന്റൻസിറ്റി കൂടും. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻസ് വരും. ചില സന്ദർഭങ്ങളിൽ നമുക്കിത് ഡാം സ്കിന്നിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പറയും ഇതിന്റെ എല്ലാം കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് നമ്മൾ സ്കിൻ ഓഫ് കളറിലുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻസ് പെട്ടെന്ന് വരാം. എങ്ങാനും ആക്ച്വലി ഒരു ഇറിറ്റേഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ ഡ്രൈ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യുക, ഡാം സ്കിന്നിൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. ചില സാധനങ്ങൾ ഈ പെർട്ടിക്കുലർ ഫോർമുലേഷനിൽ ചിലപ്പോൾ നമുക്ക് ഡാം സ്കിന്നിൽ ഇഷ്യൂ ഉണ്ടാവില്ല. അത് കറക്റ്റ് ആ ബോർഡിൽ പറയും. ക്ലീൻ ഡ്രൈ ഫേസിൽ അല്ലെങ്കിൽ ക്ലീൻ ഡാം സ്കിന്നിൽ തന്നെ ഇടാനായിട്ട് അവർ പറയും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറംസ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ്, സാലിസിലിക് ആസിഡ് സിറംസ്, സാലിസിലിക് ആസിഡ് ടോണർ, അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ് സിറം, ലാക്ടിക് ആസിഡ് ടോണർ, മെന്റലിക് ആസിഡ് സിറം, മെന്റലിക് ആസിഡ് ടോണർ, പിന്നെ നമ്മുടെ PH, പോളിഹൈഡ്രോക്സി ആസിഡ്, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ആക്കുക. ഫസ്റ്റ് ടോണേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫേസ് ക്ലീൻ ആക്കുക, ദെൻ നന്നായിട്ട് ടവൽ ഡ്രൈ ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല നിങ്ങൾ സിറംസ് ആണ് യൂസ് ചെയ്യുമെങ്കിൽ നല്ലതായിട്ട് ക്ലീൻ ഡ്രൈ ആക്കിയ ശേഷം വേണം സിറംസ് അപ്ലൈ. ടോണേഴ്സ് എക്സ്പെഷ്യലി എന്തായാലും നമ്മൾ ഡാം സ്കിന്നിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ടോണർ സിറത്തിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റഡ് ആണ്, പെനിട്രേഷൻ കപ്പാസിറ്റി കൂടുതലാണ്. സോ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അകത്തോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ടോണേഴ്സ് ഒക്കെ നല്ല ഡാം സ്കിന്നിൽ ഒരിക്കലും ഇടരുത്, നല്ല ഡ്രൈ സ്കിന്നിൽ വേണം ഇടാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങൾ ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്, വെറ്റ് സ്കിന്നിൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രേഷൻ തരത്തിൽ സാധനം നമുക്ക് ഒരിക്കലും ഡാം സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റില്ല.
അതാണ് ഓയിൽസ്. ഇപ്പൊ ഫേഷ്യൽ ഓയിൽസ് നമുക്ക് സ്ക്വാളിൻ പോലെയുള്ള ഫേഷ്യൽ ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യും. ഞാൻ എസെൻഷ്യൽ ഓയിൽസിന്റെ കാര്യമല്ല പറയുന്നത്, ഫേഷ്യൽ ഓയിൽസിന്റെ കാര്യം. സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്വാളിൻ, അതല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഇതെല്ലാം നമ്മൾ എപ്പോഴും വെറ്റ് സ്കിന്നിൽ യൂസ് ചെയ്യരുത്, ഡ്രൈ സ്കിന്നിലെ യൂസ് ചെയ്യണം. അതായത് ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ഓയിൽ മാത്രം, ഞാൻ അങ്ങനത്തെ പ്രക്രിയ പറയാറില്ല. ഇൻ കേസ് നിങ്ങൾ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം മുകളിൽ വേണം അപ്ലൈ. അല്ലാണ്ട് നിങ്ങൾ ഒരു വെള്ളം നനവില്ല, പ്രത്യേകിച്ച് H2O വാട്ടർ ഉള്ള സ്ഥലത്തോട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരുമാതിരി വൈറ്റിഷ് ഫോമിലാവും, നമുക്ക് സ്കിന്നിൽ ഒട്ടും ആ ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ ലോക്ക് ആവത്തില്ല. പക്ഷെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾ 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഓയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ലോക്ക് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻകാർക്ക്. സോ നിങ്ങൾ ഓയിൽസ് യൂസ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അതായത് നല്ല വെള്ളം വന്നിട്ട് നല്ല തിളങ്ങിയിരിക്കുന്ന സമയത്തൊന്നും, അല്ലെങ്കിൽ ടോണർ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഒന്നും ഒരിക്കലും ഓയിൽ യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. സ്കിന്നിൽ അതിന്റെ ഹൈഡ്രേഷൻ ഒരിക്കലും ലോക്ക് ആവത്തില്ല. അതുപോലെയാണ് പെട്രോളിയം ജെൽ. നിങ്ങൾ നനഞ്ഞിരിക്കുന്ന ഇതിലൊന്നും പെട്രോളിയം ജെൽ ഇട്ട് വെക്കുക, അത് ഇരിക്കത്തില്ല, അതൊരുമാതിരി കുഴഞ്ഞു പോവത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എപ്പോഴും ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് വെറ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഹൈൽട്രോണിക് ആസിഡ്, സെറമൈഡ്സ്, ഗ്ലിസറിൻ, അതുപോലെ തന്നെ നമ്മൾ അലോവേര ജെല്ല്, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പീൻ, ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് വെറ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ഹൈഡ്രേഷൻ തരുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഹ്യൂമക്റ്റൻസ്, ഇമോളിയൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ വാട്ടറിനെ ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാണ് ഇത് വെറ്റ് സ്കിന്നിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി ഹൈൽട്രോണിക് ആസിഡ് പോലെയുള്ള സാധനങ്ങൾ, എന്നാലേ നമ്മുടെ സ്കിന്നിൽ നിൽക്കത്തുള്ളൂ. പ്രത്യേകിച്ചും ഹൈൽട്രോണിക് ആസിഡ് നിങ്ങൾ ഡ്രൈ സ്കിന്നിലാണ് അപ്ലൈ ചെയ്തത്, അതായത് ഫേസ് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ വീണ്ടും ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഹൈൽട്രോണിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഡാം സ്കിന്നിൽ ഉപയോഗിക്കണം എന്നുള്ളത്. ഈ അടുത്ത ആക്റ്റീവ്സ്, അതായത് നമ്മുടെ കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അസലിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, നയാസിനമൈഡ്, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഏതിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഏത് സ്കിന്നിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നയാസിനമൈഡ് നിങ്ങൾ ഹൈഡ്രേറ്റിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി, നിങ്ങൾ മെയിൻ സിറത്തിന് ശേഷം യൂസ് ചെയ്താൽ മതി. ഇതല്ല ഇപ്പൊ നിങ്ങൾ ഈ ഒരു സിറം മാത്രമേ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വെറ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്താലും ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്താലും വെറ്റ് ഡാമ്പോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്താലും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല, സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും വരാനായിട്ട് പോണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നമുക്ക് ലിറ്ററലി 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമുക്ക് ഡ്രൈ സ്കിന്നിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആക്റ്റീവ്സ്, വിറ്റാമിൻ സി തൊട്ടെല്ലാം. അതല്ല നമുക്ക് വെറ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹൈൽട്രോണിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ. പിന്നെ ഏത് സ്കിന്നിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, നയാസിനമൈഡ് പോലെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെ വേണം നമുക്ക് സ്കിൻ കെയർ ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ഡൗട്ട് ഉണ്ടാവത്തില്ലല്ലോ. ഇനി ഇപ്പം ഞാൻ ഈ ആദ്യമേ പറഞ്ഞ ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എപ്പോഴും ഏതിന്റെ ഫോമിലായാലും, ഡ്രൈ സെറത്തിന്റെ ഫോമിലായാലും ടോണറിന്റെ ഫോമിലായാലും ഫസ്റ്റ് അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ല ബാക്കി എന്ത് സിറമോ ടോണറോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിലോ അല്ലെങ്കിൽ ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ ഇഷ്യൂസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഹൈൽട്രോണിക് ആസിഡ് ഒക്കെ നമ്മൾ ഡാം സ്കിന്നിൽ ടോണേഴ്സിന്റെ ഫോമിലാണെങ്കിലും അപ്ലൈ ചെയ്താൽ ഇഷ്യൂസ് ഒന്നുമില്ല. സിറം ആണെങ്കിൽ ആദ്യമേ ടോണർ യൂസ് ചെയ്താലും ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് പോണില്ല. അപ്പം എല്ലാം കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ, നമുക്ക് Q&Aയിലോ അതല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ അതല്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ തന്നെ വന്ന് ക്ലിയർ ചെയ്യാം. ഈ ഇടയ്ക്ക് ഞാൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ എന്റെ മുഖത്ത് പിഗ്മെന്റേഷൻ മാറാനായിട്ട് ഞാൻ ഈ റീസണിൽ ഒരു സിറം യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ മിൽക്കി ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സിറം. അപ്പൊ അതെന്ന് വെച്ചാൽ ട്രാൻഎക്സാമിക് ആസിഡ് ആണ്. ഞാൻ ആദ്യമായിട്ടല്ല ട്രാൻഎക്സാമിക് ആസിഡിനെ പറ്റി പറയുന്നത്, നമ്മൾ കുറെ നാളായിട്ട് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ കമന്റ് ബോക്സിൽ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, നേരത്തേക്ക് കോജിക് ആസിഡ് ഇതിപ്പോ എവിടെ നിന്ന് പൊട്ടി വീണെന്ന്. സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ സ്കിന്നിന് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ഗ്ലൈക്കോളിക് ആസിഡ്, ഹൈഡ്രോക്വിനോൺ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഓരോ ടൈപ്പ് പിഗ്മെന്റേഷൻ വെച്ചിട്ടാണ് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നത് നമുക്ക് നല്ല ബേൺ സ്കാർ ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് നല്ല പിഗ്മെന്റേഷൻ മെലാസ്മയൊക്കെ നല്ല ഹൈ ഇന്റൻസിറ്റിയിലുണ്ട്, അതല്ലെങ്കിൽ ഒരു വൂണ്ടിന്റെ പാടായിക്കോട്ടെ നല്ല ഇന്റൻസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല മുഖത്തിന് നല്ലൊരു കളർ ചേഞ്ച് എന്തെങ്കിലും മെഡിക്കേഷൻ ഒക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഹൈഡ്രോക്വിനോണിനാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹൈഡ്രോക്വിനോണിൻ അത് ആക്ച്വലി ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആണ്. നമുക്ക് റാൻഡം ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സിലൊന്നും അധികം ഹൈഡ്രോക്വിനോണിൻ പോലെയുള്ള സാധനങ്ങൾ കാണാത്തത്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ആ ടൈപ്പ് യൂസ് നിങ്ങളുടെ പിഗ്മെന്റേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഡെർമറ്റോളജിസ്റ്റെ കാണുക. അതല്ലാണ്ട് നമ്മുടെ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ഗ്ലൈക്കോ ഞാൻ അധികം പറയാത്ത കാരണം കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ഇതായിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ
ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ നമ്മുടെ വിറ്റാമിൻ സി, നയാസിനമിഡ്, ഇതൊക്കെ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടാനക്സാമിക് ആസിഡ് എടുത്തു. ഇപ്പൊ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്കുള്ള റിസൾട്ട് വെച്ച് നോക്കിയാൽ കോജിക് ആസിഡിനെക്കാൾ നമ്മുടെ ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് ട്രാനക്സാമിക് ആസിഡ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ ടോണുകാർക്ക്. നിങ്ങൾക്ക് നല്ല ടാനിങ് ഉണ്ടെങ്കിൽ അത് മാറാൻ ഏറ്റവും നല്ലത് ആൽഫ ആർബിറ്റിനാണ്. അതല്ല നിങ്ങൾക്ക് പ്രഗ്നന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതല്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ മോക്കുരും അതിന്റെ കൂടെ ചെറിയ പിഗ്മെന്റേഷനും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ലത് എപ്പോഴും അസലിക് ആസിഡ് ആണ്. അപ്പൊ അതല്ല, പിന്നെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കൂടെ വീക്കിലി വൺസ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ നാസിനമൈഡ് യൂസ് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് കോംബോ ആണ്. നമ്മുടെ മോഹൻലാൽ ലാലേട്ടനും മമ്മൂക്കയും ലാലേട്ടനും കൂടെ സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന ഒരു എഫക്റ്റ് ആണ്. കാരണം ഭയങ്കര നന്നായിട്ട് റിസൾട്ട് തരും. അതുപോലെയാണ് ഇപ്പൊ നമ്മൾ വിറ്റാമിൻ സി നമുക്കിപ്പം ഈ സൺസ്പോട്ട് വരില്ലേ, ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ, വലുതല്ല, വെയിൽ അടിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പിഗ്മെന്റേഷൻ കൂടും. പ്രത്യേകിച്ച് എനിക്ക് ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ വെയിൽ അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് കുമിള് പൊങ്ങി വരുന്നതാണെങ്കിൽ ഇത് നല്ല ഇന്റൻസ് ആയിട്ട് വരും. ഒരു ദിവസം ഞാൻ സൺസ്ക്രീൻ മറക്കോ, ഇത് ഡെഫിനറ്റ്ലി പൊങ്ങി വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഏറ്റവും നല്ലത് വിറ്റാമിൻ സി പ്ലസ് നയാസിനമൈഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പിഗ്മെന്റേഷൻ വന്നാലും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സൺസ്ക്രീൻ ആണ്. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ്, ഞാൻ ഐക്കാർഡ് കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ മാറി എന്തുകൊണ്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതിന് പല റീസൺ ആണ്. പക്ഷെ എല്ലാ റീസണും കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ മെലാനോസൈറ്റ്സ്, മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഇവന്മാര് കയറി പണി തുടങ്ങും, മെലാനിൻ പ്രൊഡക്ഷൻ വരും. അപ്പൊ ഈ മെലാനിൻ പ്രൊഡക്ഷൻ തടയാനായിട്ട് പല ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യും. ആ ഇൻഗ്രീഡിയൻസിനെയാണ് നമ്മൾ ഓരോരോ രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോരോ സ്കിൻ പ്രോബ്ലംസിന് പറയുന്നത്. പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മെലാനോസൈറ്റ്സ് ലിറ്ററി കൊല്ലുന്നതാണ് ഹൈഡ്രോക്വിനോൺ പോലുള്ള സാധനം. ഒരു പരിധിക്ക് കൊല്ലുകയും മെലാനോസൈറ്റ്സിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുകയും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കോജിക് ആസിഡ് ഒക്കെ. അത്ര മെലാനോസൈറ്റ് കൊല്ലാനൊന്നും പോകില്ല, പക്ഷെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ട്രാനക്സാമിക് ആസിഡും അസലിക് ആസിഡും ആൽഫ ആർബിറ്റിനും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഉള്ളത്. നമ്മൾ ഈ ഇടയ്ക്ക് ബോഡി കെയറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരാൾ പറഞ്ഞു ഇപ്പോഴും എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത്. അതായത് സ്ട്രോബെറി ലെഗ്സ് നമ്മൾ ഏത് സ്ക്രബ് യൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ സ്ട്രോബെറി ലെഗ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോബെറിയുടെ അപ്പിയറൻസ് നമ്മുടെ ലെഗ്സിൽ വരും. ലെഗ്സിൽ മാത്രമല്ല കയ്യിലും ഒക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രോബെറി ലെഗ്സ്. ഇത് ചിലപ്പോൾ ഡെഡ് സ്കിൻ അക്യുമുലേഷൻ കാരണം വരാം. അതല്ലെങ്കിൽ നമ്മുടെ പോസില് നമ്മുടെ നമ്മളിപ്പോ ഹെയർ ഷേവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ട് കുറച്ച് പ്രോമിനന്റ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ റൂട്ട് സ്കിന്നിന്റെ തിക്നെസ് കുറവാണെങ്കിൽ ആ റൂട്ട് നല്ല പ്രോമിനന്റ് ആയിട്ട് കാണും. അപ്പൊ അത് കാരണം നമുക്ക് സ്ട്രോബെറി ലെഗ്സ് വരാം. അതല്ലെങ്കിൽ നമ്മുടെ നല്ല എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രോബെറി ലെഗ്സ് വരാം. ഇങ്ങനെ പല റീസൺസ് വരാം. അപ്പൊ നിങ്ങളുടെ റീസൺ എന്താണെന്ന് നോക്കുക. പിന്നെ നമ്മൾ സ്ട്രോബെറി ലെഗ്സിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ട് റെക്കോർഡ് കൊടുക്കുക. അതും ആ ബോഡി വീഡിയോകൾ കാണുമ്പോൾ ഒരുവിധം മനസ്സിലാവും. എന്നാലും ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് സ്ട്രോബെറി ലെഗ്സ് ഉള്ളപ്പോഴത്തേക്കും എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് HA ബോഡി വാഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്റെ അടുത്ത് വെച്ചാൽ ബോഡി വേസിനെക്കാളും ഞാൻ പറയും കെമിസ്റ്റൽ പ്ലേയുടെ HA ബോഡി വാഷ് സൂപ്പർ കോമ്പിനേഷൻ ആണ്. അതിന്റെ കൂടെ അവരുടെ തന്നെ HA ബോഡി ലോഷൻ കിട്ടും, അതും നല്ലൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷൻ യൂസ് ചെയ്യാം. അത് നമ്മുടെ സുഗന്ധയിലും ബോഡി വേസ്റ്റിലും ഒക്കെ ലാക്റ്റിക് ആസിഡ് ബോഡി വാഷ്, ബോഡി മോയിസ്ചറൈസർ അവൈലബിൾ ആണ്. അതല്ല അല്ലെങ്കിൽ നമ്മുടെ വിഷ്കയിലും HA ബോഡി മോയിസ്ചറൈസർ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം. സ്ക്രബ് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബോഡി വേസിന്റെ HA സ്ക്രബ് കിട്ടും. പോളി സാധനം, നല്ല ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസ് ഉണ്ട്, ഫൈൻ ആണ്. നമ്മുടെ ബോഡി അങ്ങോട്ട് മൈക്രോട്ടിയർ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിൽ അതിനകത്ത് HA ഉണ്ട്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഒക്കെ ഉണ്ട്. അത് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് വീക്കിലി വൺസ് യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ എവിടെയൊക്കെയാണ് ഇന്റൻസിറ്റി ഉള്ളത് അവിടെ നന്നായിട്ട് ഫ്രഷ് ചെയ്ത് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് സ്ട്രോബെറി ലെഗ്സ് ഉള്ള ആൾക്കാർ പ്രോമിനന്റ് ആയിട്ട് കാല് പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മുടെ ഫേസിനെക്കാളും നമ്മുടെ ബോഡിയിൽ സ്കിൻ കെയർ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ ഈ സാധനങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 വീഡിയോയും കാണാനായിട്ട് മറക്കണ്ട. പിന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിറ്റാമിൻ ഇയുടെ കൂടെ കോജിക് ആസിഡ് യൂസ് ചെയ്യണമെന്ന്. ഞാൻ മറ്റുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കണില്ല, കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വിറ്റാമിൻ ഇ ഒരു ഹൈഡ്രേറ്റിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഇതൊരു ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിലോ അതല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെങ്കിലോ ആണ് വിറ്റാമിൻ ഇ ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ മോയിസ്ചറൈസറിലാണോ വിറ്റാമിൻ ഇ നല്ലതായിട്ട് വരുന്നത്, അത് നമ്മളെ
സെറത്തിലാണോ അതല്ല വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നതാണോ നല്ലത്? എന്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ സജസ്റ്റ് ചെയ്യത്തില്ല ഫേസിൽ അപ്ലൈ. അത് കഴിക്കാനായിട്ടുള്ള സാധനം വാങ്ങി കഴിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഫേസിൽ നമുക്ക് മോയിസ്ചറൈസറിന്റെ കൂടെയോ അല്ലെങ്കിൽ സെറത്തിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി വിറ്റാമിനും കോജിക് ആസിഡ് ഉപയോഗിക്കാവോ? ഉപയോഗിക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ ഡ്രൈ പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് വിറ്റാമിനും കോജിക് ആസിഡും, ഇഷ്യൂസ് ഒന്നുമില്ല. വിറ്റാമിൻ നമുക്ക് ഒരുവിധം എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിന്റെ കൂടെയും യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. വിറ്റാമിൻ സി, വിറ്റാമിൻ ലിറ്ററലി ഫോർമുലേറ്റ് ചെയ്ത് വരെ നമുക്ക് തരാറുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ ക്യാപ്സ്യൂളിന്റെ ഫോമിൽ യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഏതെങ്കിലും സെറത്തിൽ ആഡ് ഓൺ ആയിട്ട് കിട്ടുമ്പോൾ യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വിറ്റാമിൻ മോയിസ്ചറൈസേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരിക്കലും നമ്മൾ ക്യാപ്സ്യൂൾ വാങ്ങി ഫേസിൽ മുഖത്തിട്ടിട്ട് ചില നമുക്ക് എത്രത്തോളം പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് വിശ്വാസം പറയാൻ പറ്റത്തില്ല, കാരണം അത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഴിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ നമ്മുടെ വായ തൊട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ വരെ നന്നായിട്ട് അധ്വാനിച്ച് പണിയെടുത്ത്, ഈവൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ നന്നായിട്ട് അധ്വാനിച്ച് പണിയെടുത്തിട്ടാണ് അതിനൊന്ന് ബ്രേക്ക് ഡൗൺ ആക്കി എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാധനം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു സാധനവും ഇല്ല. പെനിട്രേറ്റ് ചെയ്ത് പോവാനായിട്ട് എത്രത്തോളം സ്കിന്നിന്, നമ്മുടെ ഫേസിന്റെ സ്കിന്നിലോട്ട് അത് എത്രത്തോളം പെനിട്രേറ്റ് ചെയ്ത് പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഫേസിൽ യൂസ് ചെയ്യാൻ എപ്പോഴും ഫേസിൽ യൂസ് ചെയ്യേണ്ട സാധനം, അകത്തോട്ട് കഴിക്കാൻ എപ്പോഴും അകത്തോട്ട് കഴിക്കുന്ന സാധനം എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഇന്നത്തെ Q&A സെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് സംസാരിച്ചത് നമ്മുടെ സ്ട്രോബെറി ലെഗ്സിനെ പറ്റിയിട്ട്, ഡ്രൈ സ്കിന്നിലും ഡാം സ്കിന്നിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട്, വിറ്റാമിൻ ഇ കോജിക് ആസിഡ് ഒരുമിച്ച് ഉപയോഗിക്കാമോ എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടാണ്. ഇൻ കേസ് ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും Q&A വീഡിയോസ് ക്വസ്റ്റ്യൻസ് മിസ്സായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ DM ചോദിച്ചാലും മതി. ഞാൻ കമന്റ് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടാലും മതി, ചേച്ചി നിങ്ങൾ മറന്നുപോയി അടുത്ത പ്രാവശ്യം പറഞ്ഞു തരണേന്ന്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ലോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ നമുക്ക് ലോങ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ലോങ് വീഡിയോ ഏതെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് പറയുക. പിന്നെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. പിന്നെ എല്ലാ വീഡിയോ ആയിട്ട് വരുന്നത് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ്. ഇപ്പൊ ഞാൻ വരുന്ന അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.